നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയല്ലേ നമ്മുടെ ട്രാൻസ്ഫർ ജാലകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചതാണ്, ഇതാ റോഡ്രി റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നു, അദ്ദേഹത്തിന് മറ്റെവിടേക്കും പോകാൻ താല്പര്യമില്ല, സ്പെയിനിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, അതാണെങ്കിൽ മാഡ്രിഡിൽ റയൽ മാഡ്രിഡിൽ കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ബട്ട് സഡൻലി ഇന്നലെയും മിനിയാന്നുമായിട്ടാണ് വാർത്തകൾ വന്നത് ബാഴ്സലോണ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന്. ഇന്നലത്തോടുകൂടി ജെറാർഡ് റൊമേറോ ഒക്കെ റിപ്പോർട്ട് ചെയ്തു, ഇതാ ബാഴ്സയോട് എസ് പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ ഔട്ട് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന് ചില സുഹൃത്തുക്കളിട്ട കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ നോക്കിയിരിക്കത്തേ ഉള്ളൂ, പരസണ്ണൻ നേരത്തെ ലോക്ക് ചെയ്തതാണ്, റയലിലേക്ക് തന്നെ വരും എന്ന്. പക്ഷേ പിന്നെ സംഭവിച്ചത് എന്താണ്? തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് ആ ഒരു റോഡ്രിക്കായിട്ടുള്ള റേസിൽ പിന്നെ പോയി. ബാഴ്സലോണയോട് എസ് പറഞ്ഞു, എഗ്രിമെൻ്റ് എല്ലാം ക്ലോസ്, അതായത് പേഴ്സണൽ ടേംസിൽ എഗ്രിമെൻ്റ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്, ഇനി ക്ലബ് ടു ക്ലബ് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്നുള്ള വാർത്ത പിന്നാലെ ജെറാർഡ് റൊമേറോ, ജിജാൻഡസ് എഫ് സി ഒക്കെ പുറത്തുവിട്ടു. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയും അത് സ്ഥിരീകരിച്ചതോടുകൂടി ഈ റയൽ മാഡ്രിഡിലേക്ക് തന്നെ വരും എന്നുള്ള ആത്മവിശ്വാസമുള്ള ആരാധകരൊക്കെ പതുക്കെ പിൻവലിയാൻ തുടങ്ങി. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? റോഡ്രി റയലിലേക്ക് പോകാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയിരുന്നിട്ട് പെട്ടെന്ന് എന്തുകൊണ്ട് ബാഴ്സലോണയിലേക്ക് പോയി? പലതരത്തിലുള്ള വിശകലനങ്ങൾ പലരും നടത്തുന്നുണ്ടെങ്കിലും സ്പാനിഷ് ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ വിശദീകരണം കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതായത് സംഗതി ഇതാണ്, റോഡ്രി റയൽ മാഡ്രിഡിനെ യൂസ് ചെയ്തു ഫോർ അട്രാക്റ്റിംഗ് എഫ് സി ബാഴ്സലോണ. റോഡ്രി യൂസ്ഡ് റയൽ മാഡ്രിഡ് ഇൻ ഓർഡർ ടു അട്രാക്ട് ബാഴ്സലോണ. ബാഴ്സലോണയെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി റയലിനെ റോഡ്രി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പ് ഈ റയൽ റോഡ്രി സംഗതി നടന്നിട്ടുണ്ടോ, അതായത് റയൽ അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളതിലൊരു വ്യക്തത റോഡ്രിയുടെ ഏജൻറ്റ് തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. എൽ ലാൽഗ്യൂറോ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റോഡ്രി ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ ആണ് ഫോർ ദി റെസ്പെക്ട് റയൽ മാഡ്രിഡ് ഷോഡ് ഡ്യൂറിങ് 2 weeks ഓഫ് നെഗോസിയേഷൻസ്. 2 ആഴ്ചക്കാലമായിട്ട് റയൽ മാഡ്രിഡ് റോഡ്രിക്ക് വേണ്ടി നടത്തിയ നെഗോസിയേഷനിൽ അവർ കാണിച്ച ആ ബഹുമാനത്തിന് വലിയ രൂപത്തിൽ അദ്ദേഹം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ക്ലബിനെ വിളിച്ചറിയിച്ചു, ക്ലബിനെ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിനെ വിളിച്ചറിയിച്ചു താൻ പോവുകയാണ്, ബാഴ്സലോണയിലേക്ക് പോവുകയാണ്, ബാഴ്സയാണ് താൻ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ നോക്കണ്ട, ഞാൻ ബാഴ്സ തിരഞ്ഞെടുത്തു എന്ന് അദ്ദേഹം ഡയറക്റ്റായിട്ട് റയലിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ്? കൃത്യമായിട്ട് റയൽ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നെ എവിടെയാണ് ഈ ഒരു നീക്കം പാളിപ്പോയത്? ഒരു ഘട്ടത്തിൽ ബാഴ്സ അത്രയധികം സജീവമായിട്ട് താരത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. ബാഴ്സലോണയിലേക്ക് റോഡ്രി പോകുമെന്ന് പലരും കരുതിയിരുന്നില്ല. എന്തായാലും റയലിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതിക്കൊണ്ടിരുന്നത്. റയൽ ഓഫറും കൊടുത്തിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ മറ്റുള്ളവർ കൂടി വരട്ടെ എന്ന ഒരു നിലപാടാണ് എടുത്തത്. അതായത് മറ്റ് ക്ലബ്ബുകൾ കൂടി താരത്തിന് വേണ്ടി എത്തും. ഇപ്പോൾ PSG താല്പര്യമുണ്ടെന്ന് പറയുന്നു, ബാഴ്സയ്ക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ അവർ കൂടി വരട്ടെ എന്നാണ് സിറ്റി നിലപാടെടുത്തത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഒരു എമൗണ്ട് വർദ്ധിക്കാനുള്ള സാധ്യത അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും താരത്തിന് റയലിലേക്ക് പോകണം എന്ന് തന്നെയാണെങ്കിൽ അത് തന്നെ നടന്നേനെ. പക്ഷെ അങ്ങനെയല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ പെട്ടെന്ന് ബാഴ്സലോണയിലേക്ക് മാറിയത് എന്തുകൊണ്ട്? ഇന്നലെ ഹൻസി ഫ്ലിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പിന്നീട് ഫബ്രീസിയോ അടക്കമുള്ളവർ പുറത്തുവിടുകയുണ്ടായി. ഇന്നിപ്പോൾ പെപ് ഗാർഡിയോള കഴിഞ്ഞ ആഴ്ച താരവുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു, ബാഴ്സലോണയിലേക്ക് പോവുകയാണ് നല്ലത് എന്ന തരത്തിലുള്ള ഉപദേശം കൊടുത്തു എന്നുള്ള വാർത്ത കൂടി ചില സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ചോദ്യം, ആ ചോദ്യം റോഡ്രി റയലിനെ യൂസ് ചെയ്യുകയായിരുന്നില്ലേ ബാഴ്സയെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി? നമ്മൾ ആ ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസറുടെ വേർഷൻ നോക്കാം. ഇൻ പബ്ലിക്, അതായത് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളെല്ലാവരും കേട്ടതും എല്ലാ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്, റോഡ്രി വാണ്ട്സ് റയൽ മാഡ്രിഡ്, ഹി ഓൺലി വാണ്ട്സ് റയൽ, എഗ്രിമെൻറ്റ് ഡൺ,
അതായത് റയലും റോഡ്രിയും തമ്മിൽ പേഴ്സണൽ ടേംസിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു. റോഡ്രിക്ക് റയലിൽ പോയാൽ മതി, റയൽ മാത്രം മതി, മറ്റെവിടേക്കും പോവില്ല എന്ന തരത്തിലാണ് പുറത്തേക്ക് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് പറഞ്ഞത് സംതിങ് ഈസ് സ്ട്രേഞ്ച്, സംതിങ് ഈസ് ഓഫ് എന്നാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ റോഡ്രിക്ക് ഒരിക്കലും റയൽ മാഡ്രിഡിലേക്ക് പോകണം എന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും റയൽ പോലൊരു ടീമിൽ താൻ ഫിറ്റാകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. ഒരിക്കലും റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്യാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് റോഡ്രി യൂസ്ഡ് റയൽ മാഡ്രിഡ് ഇൻ ഓർഡർ ടു അട്രാക്ട് ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ റോഡ്രിക്ക് യഥാർത്ഥത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന ക്ലബ്ബ് ബാഴ്സലോണയാണ്. തൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് യോജിക്കുന്ന ക്ലബ്ബ് ബാഴ്സലോണയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്നിട്ടും പുറത്തേക്ക് ഇങ്ങനെ തന്നെ വിട്ടുകൊണ്ടിരുന്നു. തനിക്ക് റയലിൽ ചേരാനാണ് താല്പര്യം, മറ്റൊരു ക്ലബ്ബും വേണ്ട എന്ന്. റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തു, പക്ഷേ റിപ്ലൈ ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലായിടത്തും വാർത്തകൾ വരുന്നു റോഡ്രി ഡെസ്പറേറ്റ് ടു ജോയിൻ റയൽ മാഡ്രിഡ് എന്നുള്ളത്. ഹി വാണ്ട്സ് ഓൺലി റയൽ മാഡ്രിഡ് എന്ന് വാർത്ത വരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് ഓഫർ കൊടുക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് റോഡ്രിയെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി. അവർ താരത്തിന് വേണ്ടി ഓഫറും കൊടുത്തു. പക്ഷേ ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ജോയിൻ, ഹി വാണ്ടഡ് ബാഴ്സലോണ. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ റയൽ താരത്തിന് വേണ്ടി നീക്കം നടത്തും എന്ന് കരുതുമ്പോൾ, എന്ന തരത്തിൽ ചറപറ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാഴ്സലോണ താരത്തെ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. അവർ പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് അതിൽ ഇടപെടുകയും അവർ പെട്ടെന്ന് നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫബ്രീസിയോ എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണല്ലോ ഇന്നലെ കാര്യങ്ങൾ തീരുമാനമായത്. ബാഴ്സ പെട്ടെന്ന് ഇറങ്ങി വളരെ പെട്ടെന്ന് കാര്യം അങ്ങ് തീരുമാനമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുവേണ്ടി കാര്യങ്ങളൊന്ന് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റയലിലേക്ക് എന്ന് തോന്നിപ്പിച്ച് റയലിനെ യൂസ് ചെയ്ത് ബാഴ്സയെ അട്രാക്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് ഈ സ്പാനിഷ് ഇൻഫ്ലുവൻസറുടെ വേർഷൻ. ഹോണസ്റ്റ്ലി റയൽ മാഡ്രിഡ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് ടു ബ്ലെയിം ഇൻ ഓൾ ദീസ്. റിയലി റോഡ്രി യൂസ്ഡ് ദം, ദാറ്റ്സ് ഇറ്റ് എന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇതിൽ റയലിനെ കുറ്റം പറയാനേ ഇല്ല, മറിച്ച് റോഡ്രി അവർ ഉപയോഗപ്പെടുത്തി തൻ്റെ കാര്യം നേടിയെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരർത്ഥത്തിൽ അതല്ല എന്നൊന്നും തള്ളിക്കളയാൻ പറ്റൂല. കാരണം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് റയലിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആവുക ബാഴ്സലോണ തന്നെയാണെന്ന്. അല്ലാതെ എന്തു വന്നാലും റയലിലേ ചേരൂ എന്ന് കരുതിയ ഒരാൾ വളരെ പെട്ടെന്ന് മനസ്സ് മാറ്റേണ്ട കാര്യമല്ല. കാരണം നാളെയോ മറ്റന്നാളോ ഒന്നും ഈ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ നിൽക്കുകയല്ലല്ലോ. ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ ഇനിയും ആഴ്ചകളുണ്ട് എന്നിരിക്കെ ധൃതി പിടിച്ച് അദ്ദേഹം റയലിലേ ചേരൂ എന്ന് പറഞ്ഞിരുന്നിടത്തുനിന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കേണ്ട കാര്യമില്ല. അതിന് മറുവശവും പറയുന്നവരുണ്ട്. അതായത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 1-2 ആഴ്ചയായി നെഗോസിയേഷൻ നടന്ന് ഒന്നും അങ്ങ് തീരുമാനമാവാതിരുന്നതിൽ റോഡ്രി ആകെ ടയറിങ് ആയിരുന്നു, അദ്ദേഹം അതിൽ നിരാശനായിരുന്നു, അതുകൊണ്ടെടുത്ത തീരുമാനമാണെന്ന്. അതുകൊണ്ട് തൻ്റെ അഭിലാഷം റയലിന് കളിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ നേരെ ഓപ്പോസിറ്റായിട്ട് അവരുടെ റിവൽസ് ആയിട്ടുള്ള ടീമിലേക്ക് ജോയിൻ ചെയ്യും നമുക്ക് കരുതാൻ പറ്റുമോ? അതില്ലല്ലോ. അപ്പം ഈ സ്പാനിഷ് ജേർണലിസ്റ്റിൻ്റെ ഈ ഒരു, അല്ലെങ്കിൽ ഫുട്ബോൾ അനലിസ്റ്റിൻ്റെ ഈ ഒരു വാദം ഏറെക്കുറെ ശരിയാണ് എന്ന് കരുതേണ്ടി വരും. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇനി റയലിന് നഷ്ടമാണെന്ന് ചോദിച്ചാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം മധ്യനിര ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ഷൂമനി, കമവിംഗ തുടങ്ങിയവരൊക്കെ വെച്ച് തന്നെ ഇനി വീണ്ടും മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. എന്നാലും അവർക്കവിടെ ബെർണാഡോയും ആർദ ഗ്യൂളറും ജൂഡ് ബെല്ലിംഗാമും ഫെഡെ വാൽവർദയും ഒക്കെ അടങ്ങുന്ന മധ്യനിരയുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഒരു മധ്യനിര സൈനിങ് വരാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതേസമയം റോഡ്രി വന്നിരുന്നെങ്കിൽ അവരുടെ കളിരീതിയോടെ എങ്ങനെ ഫിറ്റായി പോകുമായിരുന്നു എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. മറുവശത്താണെങ്കിൽ ബാഴ്സലോണയ്ക്ക് പെർഫെക്റ്റ് ഫിറ്റാണ് റോഡ്രി, ഒരു തർക്കവും വേണ്ട. അവരുടെ കളിരീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പെഡ്രിയും റോഡ്രിയും ചേർന്നൊരു മധ്യനിര, അവർക്കൊപ്പം മുന്നേറ്റങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഡാനി ഓൽമോയും ഉണ്ട്. യെസ്, ഇതിപ്പം സ്പാനിഷ് ടീം വേൾഡ് കപ്പിലൊക്കെ പരീക്ഷിച്ചത് തന്നെ. റോഡ്രിക്ക് പകരം പല കളികളിലും പിന്നീട് ടൂർണമെൻ്റ് അവസാന ഭാഗത്തൊക്കെ മാറുമ്പോൾ ടൂർണമെൻറ്റ് പുരോഗമിച്ചപ്പോൾ ഫാബിയൻ റൂയിസ വന്നതെന്ന് മറക്കുന്നില്ല. റോഡ്രിക്ക് പകരമല്ല, പെഡ്രിക്ക് പകരം. അപ്പോൾ പെഡ്രിയും റോഡ്രിയും ആയാൽ അത് പെർഫെക്റ്റാണ്. മധ്യനിര ഗംഭീരമായിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഡാനി ഓൽമോയെ പോലുള്ള ഒരാൾ അറ്റാക്കിലേക്ക് ബോൾ കൊടുക്കാനൊക്കെ ഉണ്ട്.
അതുകൂടാതെ അവരുടെ ഇരുപാർശ്വങ്ങളിലും മികച്ച താരങ്ങളാണ് റാഫിഞ്ഞയും ലമീൻ യമാലും ഉണ്ട്. ഗോളടിക്കാൻ ആര് എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. അതിപ്പോൾ ഫെറാൻ ടോറസ് അല്ലെങ്കിൽ ഹുലിൻ ആൽവരസിനെ കൊണ്ടുവന്നാൽ അതവിടെ പെർഫെക്റ്റ് ഫിറ്റാവും. അതല്ലെങ്കിൽ പിന്നെ അഡയമിയോ അതുപോലെ ആൻ്റണി ഗോർഡനോ ഒക്കെ ആ റോള് ഏറ്റെടുക്കേണ്ടിയും വരും. ഹംസ നല്ല രൂപത്തിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന യുവതാരമാണ്. അവൻ്റെ പൊട്ടൻഷ്യൽ അവൻ ഓൾറെഡി കാണിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഏതായാലും രണ്ട് ടീമും കട്ടക്ക് ബെറ്ററായിട്ട് ഈ ഒരു സീസണിന് ഒരുങ്ങുകയാണ്. അപ്പോൾ രണ്ട് ടീമിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രൂപത്തിലൊരു വടംവലി പോലെ നടന്നതാണ് റോഡ്രിയുടെ കാര്യം. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ റോഡ്രിക്ക് വേണ്ടി ഒരു എൽ ക്ലാസിക്കോക്ക് സാധ്യതയുണ്ടെന്ന് വീഡിയോ ചെയ്തിരുന്നു റാഫ് ടോക്സിൽ. ഏതാണ്ട് അത് തന്നെയല്ലേ നടന്നത്. ആ എൽ ക്ലാസിക്കോക്ക് ഒടുവിൽ റയലിനെ നോക്കുകുത്തിയാക്കി നിർത്തി ബാഴ്സ അത് നേടി. അതിനൊക്കെ അപ്പുറം ഇത് തന്നെയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുക. റയൽ മാഡ്രിഡ് ഇവിടെ റോഡ്രിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അബദ്ധങ്ങളൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. മറിച്ച് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ റോഡ്രി യൂസ്ഡ് റയൽ മാഡ്രിഡ് ഇൻ ഓർഡർ ടു അട്രാക്ട് ബാഴ്സലോണ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. കൂടുതൽ ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.